എല്ലാരും ഉണ്ടല്ലോ. എന്താ ചെറിയച്ഛ, ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ ബാലരാമനും ഉണ്ട് കൂടെ. എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്. മരുന്ന് കഴിക്കാൻ സമയായി. കുറച്ചു ദിവസം ഉണ്ടല്ലോ, സൗകര്യമായിട്ട് സംസാരിക്കാം. അല്ല, എനിക്ക് പറയാനുള്ള പോയി വന്നിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും ഏട്ടൻ അനുവദിച്ചില്ല. കരയാതെ. എല്ലാരും വന്നു എന്നറിഞ്ഞു, സന്തോഷായി. എന്തിനാ കേശവപിള്ളേ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ലീവൊക്കെ എടുത്ത് പണച്ചെലവ്, ബുദ്ധിമുട്ട്. ഏട്ടന് സുഖമില്ലെന്ന് അറിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? ലീവും പണച്ചെലവും ഒന്നും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. രാജന് എങ്ങനെ ഇവിടെ എത്തി അമ്മമ്മയെ കണ്ടാ മതിയെന്നായിരുന്നു. താനങ്ങ് തടിച്ചു പോയില്ലോ. അമ്പിയെ കരച്ചിലോടെ കരച്ചില്. എവിടെ അവള്? ഒരു മിടുക്കി, പഠിക്കണുണ്ടോ നീ? അപ്പോ പോണേന് മുമ്പ് വിശദമായിട്ട് കാണാം. ഞാനും അമ്മയും അമ്പിയെ ഇനി തിരിച്ചു കൊണ്ടാന്നാ കരുതുന്നേ. അപ്പോ ഇയാളോട് ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, മദ്രാസ് എനിക്കും മടുത്തു. ഏട്ടാ, ബോംബെന്ന് രവി വന്നിട്ടുണ്ട്. സുഖമില്ലാന്ന് അറിഞ്ഞ ഉടനെ വിമാനം പിടിച്ചാവും വന്നേ ബാബേന്ന്. താനിപ്പോ വിമാനത്തിലൊക്കെ ആയോ യാത്ര? ശരിക്കും താനിപ്പോ ഒരു ബോംബെക്കാരനായിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ, മരിച്ചുപോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ, ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ പറയരുത്. എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. ഞാൻ വെറുതെ നേരം പോക്ക് പറഞ്ഞല്ലോടോ. എന്താ നമ്പൂരി പിന്നിൽ തന്നെ നിന്ന് കളഞ്ഞത്? നമ്മളെന്നും പിന്നിലല്ലേ നിന്നിട്ടുള്ളൂ. ഗുപ്തനെ കലാമണ്ഡലത്തിൽ ചേർക്കണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഏട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അമ്മാമ്മയുടെ പാരമ്പര്യം ഞാനായിട്ടെങ്കിലും നിലനിർത്തണ്ടേ? ബാക്കിയുള്ള അനന്തരവന്മാരെല്ലാം കലാബോധമില്ലാത്ത അരസ്യന്മാരാണല്ലോ. അതുകൊണ്ട് സന്തോഷായി. എന്റെ കാലശേഷം ഈ കലയും സാഹിത്യവും ഒക്കെ നിന്നു പോവോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു അവതാരം ഉണ്ടായല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ.